ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്നറിയോ, സാറ ടോക്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം അവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് അവരുടെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ട കറികളിൽ പകുതി കറി ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് രസമായിട്ടല്ലേ കഴിക്കാനുണ്ടായിരുന്നു. കഴിക്കുന്നത്. സത്യം നല്ല സൂപ്പർ മെഴുക്കുവരട്ടി. ഈ സത്യം പറഞ്ഞാൽ ഈ മീൻ്റെ ഒന്നും നമുക്ക് അതെ, കുറച്ച് ഐറ്റംസ് ഉള്ളെങ്കിൽ കൂടി നമ്മൾ ആസ്വദിച്ച് വേണം കഴിക്കാൻ. ഒരുപാട് ഐറ്റംസ് നിരത്തി വെച്ചിട്ട് ആസ്വാദനം ഉള്ളൂന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഉള്ളത് ഒന്ന് രണ്ട് ഐറ്റംസ് ആണെങ്കിൽ കൂടി നമ്മളത് ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കണം. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് മാംസവും കഴിക്കണം, ഈ മുള്ളും കഴിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് മടുക്കും. അതുകൊണ്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ വീഡിയോസ് എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഒരു വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, രാമൻകുട്ടി എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് കുറച്ച് ഓവറല്ലേ. പക്ഷെ പിന്നെയും എനിക്ക് ആ വീഡിയോ കാണാൻ ടെൻഡൻസി വന്നു. ഞാൻ പിന്നെ കണ്ട് ആ ഷോർട്സ്, ആ റീല് പിന്നെ കണ്ട് എനിക്കിവരെ ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇവരുടെ യൂട്യൂബിൽ ഓരോരോ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ട് എനിക്കിവരെ ഇഷ്ടമായി. ഈ കപ്പിൾസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടച്ച് വേറൊരു തെണ്ടുകളുടെ ശല്യമില്ലാതെ എന്താല്ലേ ആ കഴിക്കുന്ന രീതി നോക്ക് നിങ്ങൾ. ഒരു കൈ ഫുള്ളെടുത്ത് കഴിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത്തിരി അല്ലേ, അങ്ങനെയല്ലേ കഴിക്കുക. ഈ കഴിക്കുന്നത് ഇങ്ങനെ ഒരു പിടി ഫുള്ളെടുത്തിട്ട് അങ്ങ് വായിൽ കുത്തി തിരികുന്ന പോലെ കഴിക്കുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്ത് എനിക്ക് നിങ്ങളെ മൊത്തം കാണിക്കണം. പക്ഷേ അതിന് അത്ര നേരം സ്ട്രെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഈ കരിയാപ്പില എന്താ ഞാൻ കഴിക്കാത്തതെന്ന് വെച്ചാൽ, ഈ കരിയാപ്പില കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോസ് കൂടി നമുക്ക് കണ്ടാലോ. ഇന്ന് ദാണ്ടെ നമ്മുടെ പൊട്ടിയ കമ്പിയിൽ നിന്ന് തിരിച്ചൊട്ടിക്കാൻ പോവാണ്. അപ്പം നല്ലൊരു ചിക്കൻ ബിരിയാണി തിന്നിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ തോഴിൽ നിന്ന് വീട്ടിലൂണ് മതിയെന്ന്. അങ്ങനെ അന്ന് വണ്ടി എടുത്ത് നല്ല വെയിലായിരുന്നു. ഇപ്പം എൻ്റെ ദേഹത്തൊരു മുട്ട തെറിക്കുകയാണെങ്കിൽ ബൂസിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ പരുവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലൂണിലെത്തി. കിട്ടിയ നാരങ്ങത്തോടെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ തലയൊട്ടിയെല്ലാം തരിച്ചു പോയി ഗൈസ്. അപ്പം താണ്ടോ നമുക്ക് വാർപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ വന്നു. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ കൊണ്ട് ചാച്ചൻ അക്കൊക്കെ എണ്ണിത്തിരിക്കുകയാണ്. ഇടയ്ക്ക് കടിച്ചു പൊട്ടിക്കാൻ പപ്പടവും കിട്ടും. ഇനി മുതൽ നമ്മൾ ഫുൾ ഡേ ഇംഗ്ലീഷ് സ്റ്റാർട്ട്. No full day. Every day. Absolutely fantastic. എന്ത് രസമല്ലേ, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഷോർട്സ് തീർന്നവരെ കണ്ടിരിക്കും. ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ചാച്ചനും സാറയും തമ്മിലുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടായിരുന്നേ. അത് ഭയങ്കര രസമായിരുന്നു ആ ഇൻ്റർവ്യൂ കാണാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഇവരിപ്പോൾ റീസെൻ്റായിട്ട് ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കാറ് വാങ്ങിച്ചതൊക്കെ ഒരു എഫേർട്ടാണ്. നമ്മൾ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ചില്ലറ പരിപാടിയല്ല. ഞാനിത് ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ചെറിയൊരു പരിപാടിയാണ്. ഇത് ആർക്കായാലും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ. ഇതിനുള്ളിൽ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെ നൂലാമലകൾ നമ്മൾ അറിയുന്നത്. നമുക്ക് മോണിറ്റൈസേഷൻ ആക്കണമെങ്കിലും അത് മോണിറ്റൈസേഷൻ ആക്കിയിട്ട് മുന്നോട്ട് പോകണമെങ്കിലൊക്കെ ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കണം. അപ്പോൾ മോണിറ്റൈസേഷൻ ആക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബ് ഒരുപാട് ക്രൈറ്റീരിയസ് നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് യൂട്യൂബിൻ്റെ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സാറ ടോക്സും അതുപോലെ മറ്റ് യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ നമ്മളെ മുമ്പിലേക്ക് എത്തുന്നത്. ഓക്കെ, അവരെ കുറിച്ചിട്ടാണ് ഒരു ബാഡ് കമൻറ്റ് വന്നു എന്ന് നമ്മുടെ സാറ പറയുന്നത്. അത് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ കാറ് വാങ്ങി എന്നുള്ള കമന്റ്സ് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 6 മാസമായിട്ടേ നിങ്ങൾക്കൊക്കെ എന്നെ അറിയുള്ളൂ. അതിന് മുന്നേ ഞാനും ചാച്ചനും എങ്ങനെയാണ് ജീവിച്ചെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ 18ാമത്തെ അതെ, തിന്ന് കാറ് വാങ്ങിച്ചു എന്നുള്ളതാണ് ആ ഒരു ബാഡ് കമൻറ്റ്. അപ്പോൾ ആ ബാഡ് കമൻറ്റ് അതായത് തിന്ന് കാറ് വാങ്ങിയെന്ന് കമൻറ്റ് ഇട്ട ഒരാളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ അവരുടെ കണ്ടൻറ്റ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ അതൊരു കുറച്ച് ആൾക്കാർ കണ്ട് അത് റീച്ച് ആവണമെങ്കിൽ അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ട്. അവർ വെറുതെ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടുന്നതല്ല അത്. ആക്ച്വലി അതിൻ്റെ പിന്നിൽ കുറേ എഡിറ്റിങ്സ് ഉണ്ട്, കുറേ ഉറക്കം ഒഴിക്കുന്നുണ്ട്. സാറ് പറയുന്നുണ്ട് ഇതിൽ 6 മാസമായിട്ടേ നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നതാണ് സാറ എന്ന് പറയുന്നത്. നമ്മളും ഞാനും നിങ്ങളൊക്കെ കണ്ടുവരിക്കുന്ന ഈ ഒരു കുട്ടി അല്ലേ, അല്ലെങ്കിൽ സാറ ഏജ് എനിക്കറിയില്ല, കുട്ടി എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ, സാറ.
അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ കുറേ എഫേർട്ട് ഉണ്ട്, കുറേ ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്. ഇതിന് പിന്നാലെ നമ്മൾ ഉറക്കമൊഴിച്ചിരുന്ന് എഡിറ്റിംഗ് ചെയ്യണം. ഒരു വീഡിയോ എഡിറ്റിങ്ങിന് അത്രമാത്രം സമയം നമുക്ക് ആവശ്യമാണ്. ഒരു ഷോർട്സ് ആണെങ്കിലും ഷോർട്സിനും വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം എഡിറ്റിങ്ങും അതുപോലെ തന്നെ അതിന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ എനിക്കിത്ര പറയാനുള്ളൂ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ബാഡ് കമൻറ്റ്സ് അയക്കുന്ന നേരം പോയി എഫേർട്ട് എടുക്കും, നന്നായിട്ട് വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ കമൻറ്റ് ബോക്സിൽ ചൊറിയും കുത്തിരുന്നിട്ട് മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെട്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ബാഡ് കമൻറ്റ്സ് അയക്കുന്നവരോട്, ഒരാളോട് മാത്രമല്ല, ബാഡ് കമൻറ്റ്സ് അയക്കുന്ന മിക്ക ആൾക്കാരോട് ഞാൻ പറയുന്നതാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലാതെ മറ്റൊരാളെ ഹേർട്ട് ചെയ്തുകൊണ്ട് നമ്മളൊന്നും ചെയ്യരുത്. നമുക്ക് അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ആകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.